ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ഇംഗ്ലീഷ് ഒള്ളി ചലഞ്ച് ആണ്. നമ്മുടെ ഈ ചലഞ്ചിലെ റൂൾസ് എന്താണെന്ന് പറയാം. 5 റൗണ്ട്സ് ആണുള്ളത്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഫസ്റ്റ് റൗണ്ട് ഏതാ ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോളിനകത്ത് കുറച്ച് വേർഡ്സും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ വേർഡ്സ് എടുക്കുന്നു. ആ വേർഡ്സിനെ വെച്ചിട്ട് നമ്മൾ 15 സെക്കൻഡ് സംസാരിക്കണം, ഇംഗ്ലീഷിൽ മാത്രം. അതാണ് ഇന്നത്തെ ചലഞ്ച്. അതാണ് ചലഞ്ച്, ഫസ്റ്റ് റൗണ്ടിലത്തെ ചലഞ്ച്. Bro, it's tough one, bro. Bro, so easy. Bro. Yeah, I know, bro. Yeah, English is so easy. For you, Yeah. not us. Okay, you should understand that. What happened? Tony Stark ആയി പെട്ടെന്ന്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തൊരു ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തൊരു മറക്കാൻ സബ് ചെയ്യുക ഗൈസ്. ഫട്ടഫട്ട് ലൈക്ക്. അയ്യോ സോറി ഗൈസ്, അതെന്റെ ഡയലോഗ്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ബോൾ വന്നിട്ടുണ്ട്. എടുത്തു, ഞാൻ ഫസ്റ്റ് എടുക്കാം. എടുത്തു. അപ്പൊ ഞാൻ തന്നെ ഫസ്റ്റ് അല്ല വേണ്ട, കൊച്ചിന്ന് തുടങ്ങാം. ആംബിയൻസ് എടുത്തോ. അവകാശം, റൈറ്റ്സ്. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ 15 സെക്കൻഡേ ഉള്ളൂ. അവിടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 15 സെക്കൻഡ് പടം സ്റ്റാർട്ട് ചെയ്യും. I have rights to do that. I have rights to study. I have rights to drink. I have rights to. I have rights to drive a car. I have rights to play. I have rights to play with my brother. I have rights for playing in my PC. I have rights for. Do you have PC? Yes. എന്നാ പിന്നെ സ്റ്റോപ്പ് ചെയ്യ്. അവിടെ സമയം കഴിഞ്ഞ്. അതായത് എന്താ ഐ ഹാവ് റൈറ്റ്സ് ഫോർ രണ്ടി പഠിക്കുന്ന അല്ല ഇത് വേണ്ട. ഇംഗ്ലീഷിന്റെ മീനിങ് മലയാളത്തിൽ ഏത് കാരണം കൊണ്ട് മനസ്സിലാവുണ്ടല്ലേ? വിമർശനം. തുടങ്ങിക്കോ. വിമർശനം ആലോചിക്കട്ടെ. ഞാനെന്തിനാ അതിനെ കുറിച്ച് ആലോചിക്കുന്നേ? Okay, thank you. I have rights. Thank you. 3, 2, 1. I got the subject. My name is Arjun Shaji and I got the subject is criticism. No. Speak only English only again. Self-introduction And I have to speak about the subject criticism. And I would like to tell you about criticism. I have the power to criticize everything, like what is happening in front of me, and like if I don't know anything about that, I am not able to criticize anything. And if I am able to criticize anything, I would like to know about all the areas of that subject. പൊളി, കിടിലൻ ബ്രോ. കയ്യൊന്നും വയ്ക്കാൻ നടന്ന ആന വരുന്നുണ്ട് ബ്രോ. അടുത്ത ബോളിട്. എന്താ ഹോപ്പ് ഓർ എക്സ്പെക്ടേഷൻ? തുടങ്ങിയോ. സമയമൊന്നുമില്ല ബ്രോയ്ക്ക്. ഹോപ്പൊക്കെ ഈസിയാ. Talking about expectation or hope in our daily life, we should not expect for someone to do something for us. Yeah. I should not expect someone to do something for me. Yeah. Or B2K to do something for me. Or dominator. Or Amy to do something for me. Because if you have to do something, you have to do by yourself. Yeah. That's important. Don't expect anyone else. And thank you for listening my word. And also thank you everyone. And also thank you. 50 seconds completed. Next question. ഇവിടെയാണ് അഴിമതി നടക്കാൻ പോണെ. Betray. Oof. Please do. You can, bro. ബിട്രേ അല്ലേ? Betray. ബിട്രേ ഞാൻ ആലോചിക്കട്ടെ അതിനെ കുറിച്ച്. എന്തെങ്കിലും കഥ ഉണ്ടാക്കി ബിട്രേ. My name is Edwin George. My അത് subject. വേണ്ട. 2 points I need to know. Okay guys, my subject is betray. That I will not betray KMC Koban. But KMC Koban will betray you. No, that's I will not betray Chakra Chatan. I will not betray. അവിടുത്തെ ഇംഗ്ലീഷ് വട. That's I will not betray Army BCB. As of all, betray me.
Betray is very bad, and betray is very emotional thing that as I you got get so betrayed? many betrays from more If you got- persons, and betray is nice. Thank you so much, guys. താങ്ക് യു Thank you, guys. ഗൈസ് ഇപ്പോൾ ഈ റൗണ്ടിൽ വിൻ ചെയ്തത് ആരാണെന്നെല്ലാം നിങ്ങൾ കമന്റ് സെക്ഷനിലാണ് പറയേണ്ടത്. ഇപ്പോൾ ആരായിരുന്നു ഫസ്റ്റ് റൗണ്ട് വിൻ ചെയ്ത് അങ്ങനെയെല്ലാം നിങ്ങൾ മെൻഷൻ അടിച്ചിട്ടുണ്ട് കേട്ടല്ലോ. Yes, guys. Betray. മോനെ മതി മോനെ. ഓക്കെ ലെറ്റ്സ് ഗോ ഫോർ നെക്സ്റ്റ് റൗണ്ട് ഗൈസ്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് നോക്കുകയാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ദ വേർഡ് എന്ന് പറഞ്ഞ റൗണ്ടാണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേർഡ് തരും, മലയാളത്തിലായിരിക്കും വേർഡ് ഉണ്ടാവുക, നമ്മളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ ഫസ്റ്റ് റൗണ്ട് ലെറ്റ്സ് ഗോ ടു ഫസ്റ്റ് റൗണ്ട്. പരാജയം. 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 പരാജയമാണോ? തോൽവി തോൽവി പരാജയം. തോൽവി. പരാജയം. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? എഴുതിയില്ലേ നീ? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. Okay. ഞാൻ പറയടാ. Failure. ഫെയിലിയർ. സെറ്റാണോ? തെറ്റാണ്. അടുത്ത question. ഓക്കെ പ്രതീക്ഷ. പ്രതീക്ഷ മീൻസ് ഹോപ്പ്. എടി നീ എന്തുപടി പറയണേ? ഇംഗ്ലീഷ് പറയില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഓൾറെഡി എഴുതിയത്. നെക്സ്റ്റ് വൺ. സമർപ്പണം. 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 അറിയോ? ഇല്ല ഇങ്ങടെ എഴുതാ. എനിക്ക് അറിയത്തില്ല, നമുക്കറിയാവുന്ന എഴുതി വിടുക. അല്ല എഴുതിയോ? എന്താ ഹോപ്പ് എഴുതി വീണ്ടും. ഓക്കെ. തെറ്റിയിരിക്കുന്നു. ഞാനും കഴിഞ്ഞ്. ബ്രോ കഴിഞ്ഞ? ആ എന്തുവാ പറ. ബ്രോ എന്ത് ചെയ്തേ? ഗിഫ്റ്റ്. സബ്മിറ്റ് സബ്മിഷൻ അത് സമർപ്പിക്കുക. സബ്മിറ്റ് സമർപ്പിക്കുക. ആ ശരിയാണല്ലോ. സബ്മിഷൻ ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ. ഇതെന്താ ഇതാണ്? സബ്മിഷൻ. ആ പിന്നെ ഇത് ഗ്രിൽഡാ. അതെ മര്യാദക്ക് തെലുങ്ക് എഴുതിയില്ലെങ്കിൽ തരില്ലട്ടാ. അല്ല സബ്മിറ്റാ. സബ്മിറ്റ് 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 എന്താ? ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ അത് സമർപ്പണമാണോ? ഓക്കെ ഞാൻ ചോദിക്കട്ടെ സബ്മിറ്റിന്റെ മീനിങ് എന്താണെന്നറിയോ? സബ്മിറ്റ്. സമർപ്പിക്കുക. കാഴ്ചവെക്കുക. സബ്മിറ്റ് കാഴ്ചവെക്കാന്നാ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരീക്ഷണങ്ങൾ. 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 എക്സാം എഴുതാ. എഴുതിക്കോ. അതല്ല കണ്ടുപിടുത്തങ്ങൾ എന്നൊക്കെ പറയില്ലേ? കണ്ടുപിടുത്തങ്ങൾ അല്ലടി. പിന്നെ ഇത് കണ്ടുപിടുത്തം അല്ലടി അത്. പൊട്ടത്തട്ട. എനിക്ക് വല്ല അറിയാലോ വേർഡ് ഒന്ന് പറയാം. ക്രൂവിനോട് അങ്ങോട്ട് ആ ഓക്കെ അറിയാമല്ല. ഫൈൻഡിങ് അല്ല, അത് കണ്ടുപിടുത്താണ്. ഫൈൻഡിങ്. നിങ്ങളെന്താ എഴുതിയെ? ഞാൻ സയന്റിഫൈ. എക്സ്പെരിമെന്റ്സ്. എക്സ്പെരിമെന്റ് പരീക്ഷണം. എക്സ്പെരിമെന്റ് ലോങ് സയന്റിഫിക്. പരീക്ഷണങ്ങൾ. ലോങ് അല്ലേ ഞാൻ ഇതില്. എക്സ്പെരിമെന്റ്. ശരിയാ. ഞാൻ സയന്റിസ്റ്റ്. കണ്ണട തരുമോ? ഓക്കെ നെക്സ്റ്റ് വൺ. വൈകല്യം. വൈകല്യം. വേറെ മീൻ. ഒരു കൈ കാലൊക്കെ ഇല്ലാത്ത ആളെ എന്താ പറയുന്നത്? എഴുത്. ഇംഗ്ലീഷ്. അതെ വൈകല്യം. എവരി ഐസ് ഓൺ കൊമ്പൻ. ഇല്ല ഇല്ല എനിക്ക് അറിഞ്ഞൂടാ. എഴുതി. ഞാൻ പറയടാ. ആ, പറ. സ്പെഷ്യലി ഏബിൾഡ്. സ്പെഷ്യലി ഏബിൾഡ് അല്ല, സ്പെഷ്യലി ഡിസേബിൾഡ്. അതാണ് സ്പെഷ്യലി എന്ന് പറയുന്നത് നമ്മുടെ അവരെ ചെറുതാക്കി പറയാതെ ഇതാക്കുന്നതാണ് സ്പെഷ്യലി കേൾക്കുന്നത്. അവൻ എന്താ ഇത്? ബോഡിയിലെ ബോഡിയിലെസ്. ഇവൻ പറഞ്ഞു കൊടുത്തില്ലേ കയ്യും കാലില്ലാത്ത ഹാൻഡിക്യാപ്ഡ്. ഹാൻഡിക്യാപ്ഡ് ആണ് അതിന്റെ ശരിക്കും അർത്ഥം. അപ്പൊ ഡെഫ ഡെഫാ അല്ല ഞാനിത് അതല്ല ഞാൻ ഇത് ഈദ് മുബാറക്ക. ഇല്ല എന്റെ തെറ്റ എന്റെ വായിക്കരുത്. അത് അത് പറയാൻ പാടില്ല. എന്നെല്ലാവരും അങ്ങനെ വിളിക്കാറുണ്ട്. സ്പെഷ്യലി ഏബിൾഡ് അല്ലേ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഡിസബിലിറ്റി. ഡിസേബിലിറ്റി. ബ്രോ ഇല്ല വെട്ടിക്കാം. ബ്രോ ഇത് പക്ക മലയാളം നോക്കുന്ന ട്രാൻസ്ലേറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബസ്സിൽ പോവാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതിട്ടുണ്ടോ ഹാൻഡിക്യാപ്പ്. ഹാൻഡിക്യാപ്പ് നമ്മൾ കണ്ടല്ലോ. അത് ഇംഗ്ലീഷിലല്ലല്ലോ എഴുതുന്നത്, മലയാളത്തിലല്ലേ? ഓസ്ട്രേലിയയിലൊക്കെ അല്ല അങ്ങനെ ഓസ്ട്രേലിയ. ഓക്കെ സംശയം. 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 ഇതൊക്കെ ബ്രോ എന്താ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്തിട്ട് EMMA എന്താ MBBS MD MME
അല്ല ബ്രോ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനുള്ളതല്ലേ Okay. ആ ഞാൻ പറയടാ ഡൗട്ട് Confused. കൺഫ്യൂസ് അതല്ലടി ഡൗട്ടാണ്. സസ്പെക്ട് എന്താ? ഞാൻ തന്നെ സംശയിക്കുന്നു. സസ്പെക്ട് എന്ന് വെച്ചാ ഒരാളെ പറയണതാണ്. പിന്നെ ഇത് അതൊരാളെ പറയുന്ന സസ്പെക്ടിനെ അല്ല, അങ്ങനല്ല. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഐ ഹാവ് എ ഡൗട്ട് ഓൺ യു. എനിക്കൊരു നിന്നിലൊരു ഡൗട്ട് ഉണ്ട്. സംശയം എന്താ? ചോദിക്കുക സംശയം പറഞ്ഞോണ്ട് ഡൗട്ട് ഡൗട്ട് അല്ലേ? കൺഫ്യൂസ് അല്ല അല്ലേ? തെറ്റാ. അയ്യോ ഇതൊക്കെ ഉണ്ടായാലും ക്രൂവിനടുത്തുള്ള ആൻസർ ഇവിടെ കിട്ടണം. അതാണ് കളി. കേട്ടോ കേട്ടോ. സങ്കല്പം. ഇതൊന്നും കിട്ടുന്നില്ലല്ലോ. ആമി സങ്കല്പം എന്താന്ന് വെച്ചാല് ഇപ്പൊ ആമി എന്തെങ്കിലും പറ്റിയിട്ട് ആലോചിക്കൂലേ? ഇപ്പൊ ആമി ഇതാണ് വരയ്ക്കാൻ പോണത്. ഇപ്പൊ ഞാൻ ആമി എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കൂലേ അത് വരയ്ക്കുന്നത്. അപ്പൊ അത് ആലോചിക്കുന്നതിന് എന്താ പറയുന്നത്? ഇമാജിനേഷൻ അല്ലേ? തെറ്റിച്ച് എനിക്ക് അതിനകത്ത് മറ്റേക്ക് പോകാൻ പറ്റില്ല. എന്താവണമെന്നല്ല ചോദിച്ചത്. എക്സ്പെക്ടേഷൻ ചിന്തിക്കാന്നല്ലേ ആമി? തിങ്കിങ് അല്ലല്ലോ. അല്ല ഇമാജിനേഷൻ ആണ് കറക്റ്റ്. എടീ ഇതൊക്കെ എന്ത് തേങ്ങ. ചുമ്മാ ചെറിയ BBA കയറി. നെക്സ്റ്റ് നിരീക്ഷണം. ഇവൾക്ക് കിട്ടൂല. കിട്ടും. ഇല്ല. നിരീക്ഷണം എന്താ? നിരീക്ഷണം എന്താന്ന് ഇനിയിപ്പോ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു തന്നെ എനക്ക്. ഇല്ല മലയാളത്തിൽ. നിരീക്ഷിക്കാന്ന് വെച്ചാൽ ഒരു സാധനത്തിനെ നിരീക്ഷിക്കുക. ഒരു സാധനത്തിനെ നോക്കുക. ഇപ്പൊ ഈ ഒരു സ്പെക്സ് എടുക്കുക. സ്പെക്സ് എടുത്തിട്ട് അത് എങ്ങനെയാ വർക്ക് ചെയ്യാണ്, അത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കില്ലേ? അതിനെയാണ് നിരീക്ഷണം എന്ന് പറയാ. അതിന്റെ ഇംഗ്ലീഷ് എന്നിട്ടാ? ഇംഗ്ലീഷ് എന്തിട്ടാണ് എനിക്ക് കിട്ടണോ? ഇയാൾക്ക് കിട്ടൂല. അത് ഞാൻ പറഞ്ഞു. എനിക്കും കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടിക്കാണ്. നിങ്ങൾ കള്ളനല്ലേ? അല്ല അത് എനിക്ക് കറക്റ്റ് ആണെന്ന് പറയട്ടാ. BBA 48 കേസുള്ളത് കിട്ടിയ. സമയം കൊടുക്ക്. ഞാൻ എഴുതിയത് തെറ്റാ. ഓക്കെ ആമി ശരി പറയട്ടാ. സർവൈലൻസ് എന്താ? സർവൈലൻസ് ക്യാമറ. നിരീക്ഷിക്കുക. പിന്നെന്തുവാ? ശരി. അതിനൊരു മീനിങ് വരുന്നുണ്ട്. പക്ഷെ അതല്ല അതിന്റെ മീനിങ് വ്യത്യാസമുണ്ട്. പക്ഷെ അതല്ല സർവൈലൻസ് നടക്കുന്നത് അത് നോക്കുക. നീ എന്ത് ചെയ്താ? സസ്പെക്ടിങ്. ഓ സസ്പെക്ട് ചെയ്തോ? ഫൈൻഡിങ്സ് അല്ല. അല്ല ഈ നിരീക്ഷണം തെറ്റാണ്. ഒബ്സർവേഷൻ ആണ്. ഇതെന്താ? ആ പിന്നെ തേങ്ങ. ഇൻസ്പെക്ട് എന്തുവാ? ഇൻസ്പെക്ട് എന്ന് പറഞ്ഞാ നിരീക്ഷിക്കുമല്ലോ. അത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന. ഞാൻ ചോദിക്കട്ടെ, ഒരു ഫോളോയിങ് എന്താണ് മീനിങ് വരുന്നത് ശരിക്കും? പിന്തുടരുക തന്നെയാണ്. ഞാൻ ആദ്യം എഴുതിയിട്ട് കിട്ടിയതാ. ഫൈൻഡിങ്സ്. ഓക്കെ നെക്സ്റ്റ്. ഭ്രമോ? അതെന്തുവാ? രോഗമാണോ? മറ്റേ രോഗം? കലികാലല്ല, ഭ്രമയുഗം. മനസ്സിലായ? ഇംഗ്ലീഷ് നെയിം എന്തുവാ? ഭ്രമോ ഞാൻ ഭ്രമം എന്ന് പറഞ്ഞ എന്തുവാ? ഭ്രമം എന്ന് പറഞ്ഞ അറിയില്ല. ഭ്രമം ഇപ്പൊ ഫോർ എക്സാമ്പിൾ അറിയാതെ ഭ്രമയുഗില്ലേ, അത് കട്ട് ചെയ്യാ. യുഗം വേറെ, ഭ്രമം വേറെ. ഭ്രമയുഗം എന്ന് പറഞ്ഞ ഒരു ഇതിന് ഒരു സ്പെഷ്യൽ കാലഘട്ടത്തിന് പറയുന്നതാണ് ഭ്രമയുഗം. ഭ്രമം എന്ന് പറഞ്ഞപ്പോ ചീത്തയായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ പറയണത്. നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയില്ല. ബാഡ് സൊസൈറ്റി. എനിക്കറിയാം, ഞാൻ എഴുതണല്ല. പറഞ്ഞോ. പറയണ്ട. ഇല്ല, ഇയാള് പറഞ്ഞാ പറ. മമ്മൂട്ടി മൂവി, യുഗം വെട്ടിക്കളഞ്ഞിട്ട് മോളെന്ത് ചെയ്യണേ നോക്കിയേ. ആ പിന്നെ മമ്മൂട്ടി മൂവി പോടി എന്ന് എന്റെ കോപ്പി അടിച്ചെഴുതിയതാ. ഫിയർലെസ്. അത് തെറ്റാ, അറിയാം. ഫിയർലെസ് അല്ല, ഇത് ഫിയർ. ഇവിടെ ഫിയർ നമ്മള് ഇല്യൂഷൻ. മറ്റേ പൃഥ്വിരാജിന്റെ ഫിലിമില്ലേ ബ്രഹ്മം കണ്ടുപൊട്ടണ. പൂർണ്ണമായി അല്ലെങ്കിൽ പൂർണ്ണത. വെയിറ്റ് ചെയ്തൊന്നുമില്ല, 5 സെക്കൻഡ്. ഇത്രയും വലിയ വേർഡല്ലല്ലോ അത്. നീ കൊറേ ഇതുന്നുണ്ടല്ലോ. അടുത്ത് ഫിനിഷ് ആണോ? കംപ്ലീറ്റഡ്. ആ ശരിയാ.
ഇതൊക്കെ എത്ര സമയം എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. ആമി ഇത് Nothing. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് എൻഡ് ചെയ്തപ്പോൾ എഡ്വിൻ ബി സിയും ജക്ടർ മെമ്മിയും 5 പോയിന്റ് വീതം വെച്ചുകൊണ്ട് ഒരേപോലെ നിൽക്കുന്നു. അതുകൊണ്ട് ആരും ജയിച്ചിട്ടില്ല. ഞാൻ 4 പോയിന്റ് ഞാൻ ജയിച്ചു. ആമിസിന് 1 പോയിന്റ്സും ഉണ്ട്. വെൽ പ്ലേഡ് ട്രൈ ചെയ്തു. കാരണം അവൾക്ക് വേർഡ്സ് ഒന്നും അറിയത്തില്ല. ഈ മലയാളം വേർഡ്സ് അവൾക്ക് അറിയത്തില്ല. അതാണ് സംഭവം. നെക്സ്റ്റ് റൗണ്ട് ഏതാ നോക്കുവാണെങ്കിൽ ഡിക്റ്റേഷൻ റൗണ്ട് ആണ്. ഡിക്റ്റേഷൻ കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് എഴുതുക. ഫസ്റ്റ് റൗണ്ട് വിക്ടറി. കറക്റ്റ് സ്പെല്ലിംഗ് എഴുതണ്ടേ? ഇല്ല കറക്റ്റ് സ്പെല്ലിംഗ് ആണ് എഴുതേണ്ടത്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. VICTORY. എല്ലാവരുടെയും അതെനിക്ക് റീചെക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത് ബ്യൂട്ടി. അയ്യോ മറന്നല്ലോ. അതും യു ആട്ടോ വരാ. ഓയ. ഓക്കെ, Beautiful. സൂപ്പർ. BEAUTY. ഇവിടെ എങ്ങനെയാണെന്നറിയാം? BUTIFAL ബൂട്ടിഫാൾ. കളിയാക്കലാടാ. 2 വയസ്സ് വെച്ച് അത്രയും. BEAUTY. ബ്യൂട്ടി എന്നാണ് എഴുതിയ, ബ്യൂട്ടിഫുൾ നല്ല എഴുതിയ. ബ്രോ, അതിങ്ങനെ തെറ്റിട്ടാ മതി, കുഴപ്പമില്ല. BEAUTY. തേർഡ് ക്വസ്റ്റ്യൻ. എക്സ്പെക്ടേഷൻ. അയ്യോ ഇത് കുറച്ച് പാടാണല്ലോ. ഓക്കെ, കഴിഞ്ഞു. EXPECTATION. ആമിയുടെ കറക്റ്റ്. സെറ്റ്. സൂപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Insignificant. ഇൻസിഗ്നിഫിക്കന്റ്. കഴിഞ്ഞില്ലേ? യെസ്. Spelling of INSIGNI ബ്രോയുടെ തെറ്റാണ്. ഇതെന്താ? GNIFICANT. ഇൻസിഗ്നിഫിക്കന്റ്. ഇത് ശരിയാ, ഇത് തെറ്റാ. INSIGNIF എന്താ CANT അല്ല, ഇതെന്താ ഇത് വെച്ചാണ്? FICANT. ആണോ? ഇത് ഇങ്ങനെയാണോ CA ഒക്കെ ഇരിക്കുന്നത്? ഞാനൊക്കെ അങ്ങനെ. അത് ഞാൻ പറഞ്ഞു ആദ്യമേ, അക്ഷരം കറക്റ്റ് ചെയ്തില്ലെങ്കിൽ മാർക്കില്ല. ഇൻസിഗ്നിഫിക്കന്റ്. ബ്രോ, ഞാൻ മര്യാദയ്ക്ക് പറയാം, അക്ഷരം കറക്റ്റ് ആയിട്ട് ഞാനേ ക്രൂവിനോട് ക്രൂവിനോട് അതെങ്ങനെ മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് ക്രൂ നോക്കിട്ട് പറയാം. അതിന് മാർക്ക് കൊടുക്കാൻ പറ്റുമോ? കറക്റ്റ്. അന്ന് ഇനി പോലും കറക്റ്റ് അക്ഷരം എഴുതിയില്ലെങ്കിൽ സമ്മതിക്കില്ല കേട്ടോ. ആ, അടുത്തത് ക്രിറ്റിസിസം. കൊറേ കുത്തുങ്ങോമി വരുന്നുണ്ട്. പെൻഡൗൺ. പറയടാ. CRITICISOM. രണ്ടും തെറ്റാ. അങ്ങനെ എന്താ തെറ്റ്? നീ സിസ്റ്റമ്മ വരണ്ട. SISM അല്ല വരാ. നോക്കാലോ. ഞാൻ പറഞ്ഞത്. പറഞ്ഞോ ബ്രോ, പറഞ്ഞോ. നീ ബ്രോ. CRITICISM ആണോ? CIM. CRITICISM. CA ആയിരുന്നല്ലേ? CISM എന്ന് മാത്രമേ അറിയൂ. അയ്യോ, എന്റെ ആ ഒരു പേര് മാത്രം ശരിയാക്കിയാൽ മതിയായിരുന്നു. ഈ ഒരു പേര് ഇന്ത്യ ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു. ബ്രോയുടെ ഈ സി ഇത് ആക്കിയതാണ്. ആണോ? അത് കുഴപ്പമില്ല കേട്ടോ, അതിന് പറ്റിട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. കോംപ്ലക്സിറ്റി. കോംപ്ലാൻ സിറ്റിന്ന്. കോംപ്ലക്സ് സിറ്റി. സിറ്റി. എന്തായാലും CONPLEXITY. തെറ്റാ. അത് ഇവിടെ പറഞ്ഞാലേ ഞാൻ പറഞ്ഞോളാം. CITY. ഇയാളെ മറിച്ചത്തിൽ എഴുതിയാ, ഞാൻ മുമ്പ് എഴുതിയിരുന്നു. സോ ഗൈസ്, മലയാളം സെന്റൻസ് തരും, അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് റൗണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ റൗണ്ടിൽ 3 വട്ടം മാത്രമേ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. ഒന്ന് തുടങ്ങിയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇന്നലെ എന്റെ സുഹൃത്തിനോടൊപ്പം സിനിമയ്ക്ക് പോയി, പക്ഷെ സിനിമ അത്ര നല്ലതായിരുന്നില്ല. കറക്റ്റ് പറയണോട്ടാ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ വട്ടം. ഞാൻ ഇന്നലെ എന്റെ സുഹൃത്തിനോടൊപ്പം സിനിമയ്ക്ക് പോയി, പക്ഷെ സിനിമ അത്ര നല്ലതായിരുന്നില്ല. മിണ്ടല്ലേ എനിക്ക് കിട്ടി കേട്ടോ. മൈ ഫ്രണ്ട് മീ ഗോ ഫിലിം. ഫിലിം നോ ഗുഡ്. Yesterday, me and my friend. തെറ്റടാ. മൂവി. Wait. ഞാൻ ഫ്രണ്ട് നല്ലടാ. BBM. Baby, what are you doing, baby?
baby, baby, baby. എത്ര സമയം കൂടെ What are you doing? Yesterday, me and my friend went to a movie. മിയാമി ഫ്രണ്ടാ Me and my friend went to a movie, and the movie was not good. അതിനല്ലടാ നീ എന്നെ ഫ്രണ്ട് എടാ ഫിലിം യെസ്റ്റർഡേ ഐ വാസ് ഗോൺ ഫോർ എ ഫിലിം ഓക്കെ അല്ലെങ്കിൽ ഐ വാസ് ഗോൺ അല്ലെങ്കിൽ ഐ വെന്റ് ഫോർ എ ഫിലിം വിത്ത് മൈ ഫ്രണ്ട് എന്ന് പറയത്തുള്ളൂ വിത്ത് മൈ ഫ്രണ്ട് എന്ന് കൂട്ടാവുള്ളൂ Yesterday I went with my Okay. friend in the അവർക്കറിയാം ഐ വാസ് ഗോൺ എന്ന് പറഞ്ഞാലും കറക്റ്റ് അടി ഫെയിൽഡ് കേട്ടോ ഐ ആം എ ഫ്രണ്ട് യെസ്റ്റർഡേ ഐ ആം എ ഫ്രണ്ട് വിത്ത് MD. എനിക്ക് കുറച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല വേണമെങ്കിൽ കേട്ടോ ഞങ്ങൾ അടുത്ത ആഴ്ച ഒരു വലിയ യാത്രക്ക് പോകാൻ പദ്ധതി ഇട്ടു. പദ്ധതി എന്താ? അതൊന്നും ഇനി പറഞ്ഞില്ല. നീ നാലടിച്ചാൽ തങ്കമാട്ടെ 4 മാസം തോന്നുന്നു വീട്ടിൽ പോയി നീ പാട്ട് പാടുമല്ലേ ബേബി ബേബി പാട്ട് നാലടിച്ചാൽ താങ്കമാട്ടെ 4 മാസം തൂക്കമാട്ടെ വീട്ടിൽ പോയി ഫുള്ള് ചോദിച്ചിട്ട് പോയി. രണ്ടാമത്തെ റിപ്പീറ്റ് ഇല്ല ഫുള്ള് പറഞ്ഞില്ല. ഇല്ല കഴിഞ്ഞില്ലേ അല്ല കേക്കട്ടെ പാവട വിട് ആ ഞങ്ങൾ അടുത്ത ആഴ്ച ഒരു വലിയ യാത്രക്ക് പോകാൻ പദ്ധതി ഇടുന്നു, പക്ഷേ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. ഞാനടിച്ചാൽ താങ്കമാട്ടെ 4 മാസം തൂക്കമാട്ടെ ആ പാട്ട് താരല്ല ഞാൻ പാട്ട് പാടുന്ന കാര്യമില്ലായിരുന്നു. നിനക്ക് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തരാമോ? എനിക്ക് അതിന് ഏറെ ആകാംക്ഷയുണ്ട്. Can you please give me the book after you പ്ലീസ് ഇല്ല. എന്നുവെച്ചാ ഇംഗ്ലീഷിനകത്ത് പ്ലീസ് ഇല്ലേ തെറ്റി Can you give me the book after read this അല്ല can you give me can you give me the book after you read it? I'm so excited. After you read it, Can you reading it എന്ന് പറഞ്ഞ RED റെഡ് അല്ല ഇത് മിസ്റ്റേക്സ് പറ്റുമൊന്നുമില്ല. എന്തായാലും തെറ്റി ഞങ്ങളുടെ സ്കൂളിൽ കഴിഞ്ഞ ആഴ്ച ഒരു കലാമേള ഉണ്ടായിരുന്നു. അത് വളരെ രസകരമായ അനുഭവമായിരുന്നു. കലാമേളക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കേട്ടോ. നാലടിച്ചാൽ താങ്കമാട്ടെ കലാമേള ഈസി അല്ലേ There was a art festival in our school last week and it was so exciting. തെറ്റല്ലേ തെറ്റാ തെറ്റാണോ? അയ്യോ അങ്ങനെ കിട്ടൂലേ ഞാൻ ഇന്നലെ റെസ്റ്റോറന്റിൽ പുതിയൊരു വിഭവം പരീക്ഷിച്ചു. അതിന്റെ രുചി വളരെ വ്യത്യസ്തതരമായി. എന്താ ഇതില് വേണമെങ്കിൽ ആമിയുടെ ഇത് ട്രൈ ചെയ്തോ. വേണ്ട. തോറ്റി അയ്യോ വ്യത്യസ്തതരമായ ഡിഷ് ഈസി വേർഡ് ബാക്കി 90 വർഷം കിട്ടത്തില്ല ഇനി കിട്ടത്തില്ല അത് നീ എന്തിനാ വേർക്കണം? അയ്യോ വേണ്ട. ഡ്രാഗൺ കുട്ടി ഡ്രാഗൺ പറ. കൂട്ടി പറയാ കുട്ടിഡ്രാഗ സപ്ലിനെക്കാളും ബെതായിരുന്നു. ഐ ട്രൈ ആൻഡ് yesterday in my restaurant. The taste was food was ridiculous. വെറൈറ്റി ആണ് പറയേണ്ടത് ഡിഫറെന്റ് വെറൈറ്റി പറഞ്ഞ ഉരുകിയല്ലേ അതിന്റെ ഉരുകിക്കടി. ആമിക്കറിയാന്നല്ലോ പറഞ്ഞത്. അത് തന്നെ പറഞ്ഞു നീ എന്റെ മറന്ന സെന്റൻസ് പറഞ്ഞില്ലേ? സെന്റൻസ് എന്റെ 3 കഴിഞ്ഞു. Yesterday in a restaurant I tried a new dish. ഇനിയിപ്പോ പാടി കാണിച്ചേ നീ ഒരിക്കലുള്ള പാട്ട് പാടിക്കണം It was very different. ഗൈസ് അങ്ങനെ ലാസ്റ്റ് റൗണ്ട് എന്റെ ഇപ്പോൾ 8 പോയിന്റുമായിട്ട് ജക്ടർ മെമ്മി ഏറ്റവും അവസാനമുണ്ട്. 7 പോയിന്റ് ആയിട്ട് ഞാനും ATBCBയും ഒരുമിച്ചുണ്ട്. അപ്പൊ ഈ And the round round ആമീസ്. അവസാനം അങ്ങനെ ആമീസ് ജയിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ ജയിച്ചു. അയ്യോ ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത്? ഒന്നും പറയണ്ട. ഗൈസ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതിനെ